ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെ ഇപ്പോൾ കുറേ പേരുടെ കോബ്രണ്ടർ കാർഡുകളിൽ ക്രെഡിറ്റ് ലിമിറ്റ് ഡിക്രീസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സഡൻലി ഒരു ദിവസം മെസ്സേജ് വരികയാണ് നിങ്ങളുടെ ലിമിറ്റ് ഡിക്രീസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സുകൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ബജാജ് നമ്മുടെ RBL കാർഡുണ്ടല്ലോ, ആ കാർഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. 1,20,000 ഒക്കെ ഉണ്ടായിരുന്ന സാധനത്തിന് ലിമിറ്റ് ഉണ്ടായിരുന്ന സംഭവം 20,000 രൂപയിലേക്ക് കുറഞ്ഞു. അപ്പോൾ ഇത് കുറേ പേർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആക്സിസ് ബാങ്കിൻ്റെ വേറെ കോബ്രണ്ടർ കാർഡുകൾക്കൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 50% താഴേക്ക് ആയിട്ടാണ് ലിമിറ്റ് ഇൻക്രീസ് കുറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് കാലം മുമ്പ് നമ്മുടെ സ്കാപ്പിയ കാർഡിനൊക്കെ ഇതുപോലെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇതിന് കറക്റ്റ് റീസൺ ഒന്നുമില്ല. നമ്മൾ ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്നത് ഇന്റേണൽ പോളിസിയാണ്, അവർക്കും അറിയില്ല. അതാണ് വേറെ കാര്യം. ഇതൊക്കെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്, ഇന്റേണൽ പോളിസിയാണ്. ഇപ്പോൾ പുതിയ RBIയുടെ റൂള് പ്രകാരം ഇപ്പോൾ വരാൻ പോകണുള്ളൂ, അത് അപ്ലിക്കബിൾ ആവാൻ പോകണുള്ളൂ. ഈ കറക്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്ന് അത് കസ്റ്റമേഴ്സിനെ അറിയിക്കണം എന്നാണ് പുതിയ റൂൾസ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ്. ഇതുപോലെ കുറേ ഉടായ്പകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1,20,000 ഉണ്ടാകുന്ന ലിമിറ്റൊക്കെ സഡൻലി 20,000 രൂപയ്ക്ക് കുറയെന്ന് പറഞ്ഞാൽ 1,00,000 രൂപ പെട്ടെന്ന് കുറയാന്ന് പറഞ്ഞാൽ അതും സിബിൽ സ്കോർ കുറഞ്ഞിട്ടില്ല, ഡ്യൂ പേയ്മെൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് അങ്ങനെ കുറഞ്ഞത്. നോർമലി സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബാങ്കുകൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലിമിറ്റൊക്കെ കുറയ്ക്കാം. അങ്ങനെ റൂൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലുണ്ട്. അത് മാത്രമല്ല എപ്പോൾ വേണമെങ്കിൽ ബാങ്കിന് കുറയ്ക്കാനും ഉണ്ട് അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത് വേറെ കാര്യം. അതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാനോ അങ്ങനത്തെ സംഭവത്തിനൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുറേ ആയി ഇതുപോലെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും RBIയുടെ ബജാജ് കാർഡിനൊക്കെ ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വരാൻ തന്നെ നല്ല ടൈം എടുക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കാർഡാണ് RBIയുടെ ബജാജ് സൂപ്പർ കാർഡ്. എനിക്ക് ആ സാധനം ആദ്യം കിട്ടിയപ്പോൾ 89,000 സംതിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലിമിറ്റ് ഇൻക്രീസ് കിട്ടിയത്. പക്ഷേ എന്നാലും അതിപ്പോൾ അത്യാവശ്യം ഓൾമോസ്റ്റ് 2 ലക്ഷത്തിൻ്റെ അടുത്ത് ലിമിറ്റായി. പക്ഷേ ലിമിറ്റ് ഭയങ്കര കുറവാണ്, കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. ഞാൻ അത് പോരാത്തത് എൻട്രി ലെവൽ കാർഡാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ 499 പ്ലസ് GST കാർഡാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയപ്പോൾ അത് 999 കാർഡാക്കിയായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഡൗൺഗ്രേഡ് ചെയ്തു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും, വലിയ റിവാർഡ് പോയിന്റോ സംഭവമൊന്നും ഇല്ലാത്ത കാർഡുകളാണ്. അപ്പോൾ ബേസിക് ആയിട്ടൊരു കാർഡാണ്. അപ്പോൾ ഏറ്റവും പിന്നെ പോരാത്തതിന് ഞാൻ ഓൾമോസ്റ്റ് 6 കൊല്ലം 7 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന കാർഡായതുകൊണ്ട് തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാനും പറ്റില്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സിബിൽ സ്കോർ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ആ കാർഡ് വലിയ വാല്യൂ തരാത്ത കാർഡ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു ഇനീഷ്യലൊക്കെ ആയിട്ട് കാർഡ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ. പൊട്ട കാർഡെന്നല്ല പറയുന്നത്. കുറേ പേർക്ക് എനിക്ക് പക്ഷേ വലിയ കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഉടായ്പ അങ്ങനെ ആയാലും എനിക്ക് വലിയ പ്രോബ്ലം ആയിട്ട് ഫേസ് ചെയ്തിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് നോർമൽ കാർഡ് പോലെ തന്നെ പോകുന്നുണ്ട്. കുറേ പേർക്ക് പറയുന്നുണ്ട് ഭയങ്കര എന്താ പറയുക ഹിഡൻ ചാർജസും സംഭവമൊക്കെ പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ ആൾക്കാർക്ക് ഈ കാർഡ് അത്രയ്ക്ക് വലിയ പിടുത്തമില്ല. എന്താ വെച്ചാൽ ഒരു ഹെയ്റ്റ് വന്ന കാർഡാണ് ശരിക്കും ബജാജ്. പോരാത്തതിന് ബജാജ് ഫിൻസർ എന്ന് പറയാൻ കുറേ പേർക്ക് ഇഷ്ടമല്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ഇവരുടെ EMI കാർഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് സാധാരണ പോലെ തന്നെയാണ്. വലിയ ഇഷ്യൂസോ സംഭവമൊന്നും ഫേസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എക്സ്ട്രാ ചാർജോ അങ്ങനത്തെ നോർമലായിട്ടുള്ള ബാക്കി നോർമൽ പോലെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബജാജ് EMI കാർഡ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഓൾമോസ്റ്റ് ഒരു കൊല്ലമായി ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ പുതിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ EMI കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. 2 ദിവസം മുമ്പൊന്നുണ്ട്, നിങ്ങൾക്ക് ചാനൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബജാജ് EMI കാർഡ് ഇട്ടാൽ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാനും RBIയുടെ ബാനും സംഭവമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ ഇപ്പോൾ കുറേ പേർക്ക് വന്നിട്ടുണ്ട്. അതൊന്നും അറിയിക്കാൻ ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡിൽ ഇതുപോലെ ലിമിറ്റ് ഇൻക്രീസോ ഡിക്രീസോ ഓഫർ എന്ന് പറയാൻ പറ്റില്ല, ലിമിറ്റ് ഡിക്രീസ് ഡൗൺഗ്രേഡ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നോർമലി കോബ്രണ്ടർ കാർഡുകൾക്കാണ് വന്നേക്കുന്നത്. മെജോറിറ്റി ആൾക്കാർക്കും കോബ്രണ്ടർ കാർഡുകൾ, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ്, ആക്സിസ് ബാങ്കിൻ്റെ കാർഡ്, ബജാജ് EMI കാർഡ്, ഇതൊക്കെ കോബ്രണ്ടർ കാർഡുകളാണല്ലോ. അതായത് കോബ്രണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയാം, ബാങ്കും വേറെ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിംഗ് സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇറക്കുന്ന ഒരു കാർഡുകളാണ് കോബ്രണ്ടർ കാർഡുകൾ എന്ന് പറയാം. രണ്ട് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇറക്കുന്ന കാർഡുകൾ. അതിലാണ് നോർമലി ഇപ്പോൾ ലിമിറ്റ് ഡിക്രീസ് ഓഫർ ഇതുപോലെ കണ്ടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞങ്ങൾ കുറച്ച് കാലം മുമ്പ് നമ്മുടെ സ്കാപ്പിയ കാർഡ്, അതേ കോബ്രണ്ടർ കാർഡ് തന്നെയാണ്, ഫെഡറൽ ബാങ്കിൻ്റെയും സ്കാപ്പിയയുടെയും തമ്മിലുള്ള കാർഡായിരുന്നത്. അതിലും ഇതുപോലെ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി ലിമിറ്റ് ഡിക്രീസ് ഓഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയ നോർമലി ഇപ്പോൾ മിക്ക ആൾക്കാരും റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ബജാജ് ഫിൻസറിൻ്റെ കാർഡും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സസ് കാർഡാണ് വന്നേക്കുന്നത്. എന്തായാലും പറയാൻ മറക്കണ്ട, ആമസോണിൻ്റെ കാർഡൊന്നും റിപ്പോർട്ടൊന്നും ആയിട്ടില്ല. ലിമിറ്റ് ഇൻക്രീസോ ലിമിറ്റ് ഡിക്രീസോ സംഭവമൊന്നും റിപ്പോർട്ട് ആയിട്ടില്ല കേട്ടോ.
അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക. GHC വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവം ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലിങ്ക് കാലക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. ബൈ.